അങ്ങനെ ഇന്ത്യ മറ്റൊരു ലോകകപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. മറ്റന്നാൾ നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് നമ്മുടെ എതിരാളികൾ. ഈ ഒരു ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് കണക്കുകളിലും ചരിത്രത്തിലും ഏറ്റവും വില്ലനായി നിൽക്കുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, ഫൈനൽ നടക്കാൻ പോകുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. വൈറ്റ് ബോളിലെ അവസാനത്തെ 4 ലോകകപ്പ് ടൂർണമെന്റുകൾ എടുക്കുമ്പോൾ, അതായത് ഇപ്പൊ ഈ നടക്കുന്ന T20 വേൾഡ് കപ്പ് ഉൾപ്പെടെ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ തോറ്റിരിക്കുന്നത് 2-2 തവണയാണ്. ആ തോറ്റ 2 കളികളും നടന്നിരിക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. 2023 വേൾഡ് കപ്പ് എടുക്കാം. അതിൽ ഇന്ത്യ ചാമ്പ്യന്മാരാവുമെന്ന് നമ്മൾ ആരാധകരെല്ലാം ഒരേപോലെ കരുതിയിരുന്ന ടൂർണമെന്റാണ്. അത്രയ്ക്കും ഫോമിലായിരുന്നു നമ്മുടെ ബാറ്റ്സ്മാൻമാർ, നമ്മുടെ ബൗളേഴ്സ്, ഫീൽഡിംഗിൽ എല്ലാത്തിനും ഫോമിലായിരുന്നു. എല്ലാ ടീമുകളെയും നമ്മൾ തോൽപ്പിച്ചു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെ എല്ലാ ബാറ്റ്സ്മാൻമാരും ഫോമിലായിരുന്നു. ഫൈനൽ വരെ ഒരൊറ്റ മത്സരം തോൽക്കാതെ നമ്മൾ എത്തി. പക്ഷെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് നമ്മൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തോറ്റു. ടോസ് നഷ്ടപ്പെട്ടാൽ കളി ഏതാണ്ട് തോറ്റ പോലെയാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കടകരമായ തോൽവികളിൽ ഒന്നായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നീട് 2024 T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് പുറത്തു വെച്ചാണ് നടന്നത്. ഒരു കളി പോലും ഇന്ത്യ തോറ്റില്ല. ചാമ്പ്യന്മാരായി ഇന്ത്യ മടങ്ങി. 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് പുറത്തു വെച്ചാണ് നടന്നത്. എല്ലാ കളികളും ജയിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി. ഇപ്പോൾ നടക്കുന്ന T20 വേൾഡ് കപ്പ് എടുത്താൽ ഇന്ത്യ തോറ്റത് ഒരേ ഒരു മത്സരത്തിലാണ് ഇതുവരെ. ആ മത്സരം നടന്നിരിക്കുന്നതും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ ഒരു 4 ടൂർണമെന്റുകളിലെ കാര്യം എടുക്കുമ്പോൾ പോലും ഇന്ത്യക്ക് ഒട്ടും ഭാഗ്യമില്ലാത്തൊരു ഗ്രൗണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ആ ഒരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. എന്തായാലും ചരിത്രത്തിന്റെ കണക്കിൽ ഇങ്ങനെ ഒരു ഭാഗ്യക്കേട് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ടീം ഇന്ത്യക്കുണ്ട്. ഫൈനലിൽ ഇന്ത്യ അത് മറികടന്ന് ചാമ്പ്യന്മാരാവും എന്നാണ് കരുതുന്നത്. എങ്കിലും ഇന്ത്യയുടെ അഭിമാനമായി ഉയർത്തിക്കാട്ടിയ ഒരു സ്റ്റേഡിയം നമ്മുടെ ടീമിന് ഒരു ഭാഗ്യമില്ലാത്ത ഗ്രൗണ്ടായി മാറി എന്നതൊരു വസ്തുതയാണ്. എന്തായാലും ഈ ഭാഗ്യക്കേടിനെ ഇന്ത്യ ഫൈനലിൽ മറികടന്ന് ലോക ചാമ്പ്യന്മാരായി മാറട്ടെ.